നമ ശിവായ. When you are stable, nobody can tilt you. Nobody can affect you. ഇപ്പോൾ അരിസ്റ്റോട്ടലും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ഫില്ലിംഗ് അപ്പ് ഓഫ് എ വെസൽ, ഇറ്റ്സ് എ കൈൻഡ്ലിംഗ് ഓഫ് എ ലാമ്പ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു തിരികൊളുത്തി വെക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാ വിദ്യാഭ്യാസവും ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് എന്തോ ഒരു പോരാട്ടത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങ് ഈ പറയുന്ന പോലുള്ള ഒരു ഇന്നർ സൈലൻസിനെ നമ്മൾ തിരിച്ചറിയാതെ പറ്റുന്നില്ല. അതുപോലെ തന്നെ സന്തോഷം എന്ന് പറയുന്നത് മെറ്റീരിയലൈസ്ഡ് ആണ്, എപ്പോഴും മാറി വരാം. അത് ശരിക്കും പറഞ്ഞാൽ ആപേക്ഷികമാണ്. അപ്പൊ ഈ ഉള്ളിലുള്ള ഈ ആനന്ദം എന്ന് പറയുന്ന ഒരു സംഗതിയും ആനന്ദത്തിന് തിരിച്ചറിയാനുള്ള വഴികളാണ്. അല്ല, അത് ശാശ്വതമായിട്ടുള്ള ആനന്ദം വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശാശ്വതാനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ 100% നമ്മുടെ ഉള്ളിലത്തെ എനർജി, അതായത് സൂക്ഷ്മത്തിലേക്ക് എത്തണം. അതായത് സ്ഥൂലത്തിന് സൂക്ഷ്മത്തിലേക്കുള്ള യാത്രയാണ് ആ ലെവലിലേക്ക്. അത് വേറെ സബ്ജക്റ്റാണ്. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ഇതാണ്. ഇപ്പോൾ താങ്കളുടെ ഹാപ്പിനെസ്സും എൻ്റെ ഹാപ്പിനെസ്സും മാറണം, വേറെ ഇനിയായിരിക്കും. 8 ബില്യൺ ആൾക്കാരോട് വെച്ച് അവരുടെ ഒക്കെ ഹാപ്പിനെസ് സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാവും. അതായിരിക്കട്ടെ, അത് കുഴപ്പമില്ല. അതൊക്കെ പ്രഹസനമാണ്, അതൊക്കെ പ്രഹസനം. അതിലൊന്നും കാര്യമില്ല. ഞാൻ പോയിട്ട് ഫിൻലാൻഡിലും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കുക. അതായത് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് ഇവിടെ കിട്ടും. ആ കംഫർട്ട് സോണിനകത്ത് നിന്നിട്ട് ഞാൻ ഐ എം ഹാപ്പി എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. നിങ്ങൾ ലൈഫിൽ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ട് എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതാണ് ഹാപ്പിനെസ്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ ഇക്വേഷനൊക്കെ വളരെ വയലേറ്റഡ് ആണ്. പക്ഷെ കണ്ടന്റ്മെന്റ് വ്യത്യാസമുണ്ട്. സംതൃപ്തി, ആ സംതൃപ്തി ഒക്കെ എനിക്ക് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, അതിൽ ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ അതന്നെ വലിയ കാര്യമായില്ലേ. അതാണ് വളരെ ഇപ്പം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് രാജ്യത്ത് ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്, ആക്ടിവിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് വലിയ പൈസക്കാരൊന്നുമല്ല. അവരുടെ കാര്യങ്ങൾ നോക്കി ബാക്കിയുള്ള സമയത്ത് വന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു റിച്ച് മൈൻഡാണ്, നോട്ട് റിച്ച് പോക്കറ്റ് അല്ല. മഹാഭാരതത്തിൽ ഇതുപോലെ കൃഷ്ണൻ കുന്തിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചല്ലോ, അടുത്ത ജന്മത്തിൽ എന്ത് വേണം എന്ന് ചോദിക്കും, പറയുന്നുണ്ട് എനിക്ക് ദുഃഖം മാത്രം മതി കൃഷ്ണ, ദുഃഖത്തിൽ മാത്രമേ ഞാൻ നിന്നെ അറിയുള്ളൂ എന്ന് പറയുന്നത് ചേർത്ത് വായിക്കാൻ പറ്റും. അതെ. അല്ല, പക്ഷെ നമുക്ക് നമ്മുടെ എത്ര മഹത്തരമായിട്ടുള്ള ഒരു സംസ്കാരമല്ലേ. അതെ, ഇപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഇപ്പം നടക്കണേ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ അർജുനന് ദ്രോണര് ഈ പിന്നെ ആർച്ചറി തന്നെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ, നാളെ എന്നിട്ട് വേറെ ഒന്നും പഠിപ്പിക്കാമെന്ന് പറയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇത് ശരിയാവില്ല, ഇതിന് വലിയ പൈസ കിട്ടില്ല, അപ്പം നീ ഗതായുദ്ധം പഠിപ്പിക്കുന്ന അതല്ല ഇപ്പം പറയും. മറ്റത് അർജുനൻ്റെ ഒരു പിന്നെ നേച്ചർ എന്താണ്, അപ്പം അതിന് പറ്റിയ ഇത് ആർച്ചറിയാണ്, ഈ ധനുർവിദ്യ. അതേ പഠിപ്പിച്ചുള്ളൂ. ഭീമന് ഗത യുദ്ധം പഠിപ്പിച്ചു. ആ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് അവരുടെ നേച്ചറും വെച്ചിട്ടും അവരുടെ ഓറിയൻറ്റേഷൻ വെച്ചിട്ടുമാണ്. അതിൽ അവർ സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതല്ലെങ്കിൽ സക്സസ്ഫുൾ ആവില്ലല്ലോ. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് എഡ്യൂക്കേഷനിൽ? നേച്ചർ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അയാൾ ബൈ നേച്ചർ ഒരു പെയിൻറ്ററാണ് വിചാരിക്കുക, എന്നുവെച്ചാൽ അയാൾക്ക് വലിയ ഇഷ്ടമുണ്ട്. അയാൾ ആ ലൈനിൽ തിരിച്ചു വിട്ടാൽ അയാൾ ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിരിക്കും, അല്ലേ? അതില്ല. അത് ഓവർസീസൊക്കെ ഉണ്ട് കുറേ, ഇവിടെ ഇനിയും ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സമാധാനം അന്വേഷിച്ച് അല്ലെങ്കിൽ ശാന്തത അന്വേഷിച്ച് ഹിമാലയത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷെ അങ്ങ് പറയുന്നത് അവിടെ പോയാൽ നമുക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ എന്താണ് എവേ ഫ്രം ദ മാഡനിങ് ക്രൗഡ് എന്ന് പറഞ്ഞിട്ട് നോവൽ പറയുന്ന പോലെ ദൂരോട്ട് ഒളിച്ചോടേണ്ട കാര്യമില്ല. ഈ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സൈലൻസിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അല്ല, ഹിമാലയ മിഷൻ എന്നങ്ങ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഹിമാലയം നമ്മുടെ ഉള്ളിൽ തന്നെ വരണം. കൈലാസത്തിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. കൈലാസം അതൊക്കെ എല്ലാ ഓരോ കാര്യങ്ങളുണ്ട്. അത് പല അനുഭൂതികളും ഉണ്ടായിട്ടുമുണ്ട്. അതായത് ഒരു ചെറിയ എക്സാമ്പിൾ ബാബാജിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അമ്മയുണ്ട് ബാംഗ്ലൂർ, കേട്ടിട്ടുണ്ടാവും, ദേവിയമ്മ കേട്ടിട്ടുണ്ടോ? അഗസ്ത്യമുനിയുടെ ഡീപ്പായ കണക്ഷനാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം എനിക്ക് ബാബാജിയുമായിട്ടുള്ള കമ്മ്യൂണിറ്റി, ഞാനും ദേവിയമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബാബാജിയുടെ പ്രസൻസ് ഉണ്ടായി 2 തവണ. ഞാൻ പറയണത് നമ്മൾ ഒരു സമയം സന്ദർഭം ഒരു അങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോൾ ആ കറക്റ്റ് പ്രസൻസ് വരും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ വരും. അതേപോലെ ഒരു പ്രാവശ്യം പിന്നെ
ഞാനിത് മറ്റേ നമ്മുടെ ബുക്കുണ്ട്, ബാബ എന്നൊരു ബുക്കുണ്ട്, അതിൽ ഉള്ള കാര്യം അതൊക്കെ. ഞാൻ കാനഡയിലുള്ളപ്പോഴാണ് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, ഇത് കുറേ കൊല്ലം മുന്നേ ആട്ടത്. അദ്ദേഹം ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റാണ്. അദ്ദേഹം ഒരു സ്വാമിയെ കാണാൻ പോയി, സ്വാമിയെ കണ്ടു ഇവിടെ തമിഴ്നാട്ടിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിൻ്റെ ഗുരു ആരാന്ന് ചോദിച്ചു. അപ്പോൾ മോഹൻജി എന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കരിച്ചപ്പോൾ ആരാ ചോദിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കുറേ കണ്ണടച്ചിരുന്നു, എനിക്ക് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യണം, ഭോഗനാഥൻ എന്നോട് ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മന്ത്രം കൊടുക്കാണ്ട്, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ സ്കെപ്റ്റിക്കലാണ്, പല ആൾക്കാരും കുറേ ഗിമ്മിക്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ സ്റ്റേ അവേ. അപ്പോൾ എനിക്ക് അത്രയും തൃപ്തി അല്ലെങ്കിൽ അങ്ങനെ തോന്നുമ്പോഴേ മാത്രമേ ഞാൻ കണക്ട് ചെയ്യുള്ളൂ. കാരണം ലോകം അങ്ങനെയാണല്ലോ. അപ്പോൾ എന്നോട് ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഒരാളെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു കാനഡയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ തരൂ. അപ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു 2 ദിവസം കഴിഞ്ഞിട്ട്. ഞാനപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഭോഗനാഥർക്ക് ബാബാജി മുരുകൻ്റെ അവതാരമാണെന്ന് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ, സാന്ദീപനി മഹർഷിക്ക് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം എന്നറിയുന്ന പോലെ ഭോഗനാഥർക്ക് മുരുകൻ്റെ അവതാരമാണ് ബാബാജി എന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ആൻസർ എനിക്ക് വളരെ നല്ലൊരു ആൻസറായി തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലൈഫിൽ അദ്ദേഹം ഭോഗനാഥരുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നിച്ച് നമ്മൾ ഗുരു ബായ്സാണ്, നമ്മൾ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഭോഗനാഥർ പറഞ്ഞു, ഈ ജന്മത്തിൽ ഞാൻ അവന് സപ്പോർട്ട് കൊടുക്കും, ഈ മന്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇദ്ദേഹം കമ്മ്യൂണിയൻ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ലൈഫിൽ മഹാകാളിയുടെ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാളി ഉപാസനയാണ് രാവിലെ മുതലും കാര്യങ്ങൾ, അത് നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, അധികം ഞാൻ ഇന്ത്യയിലില്ല, പല രാജ്യത്താണ്. ഇവിടെ വരുമ്പോൾ വേറെ കാര്യങ്ങളും തിരക്കും. അപ്പോൾ അങ്ങനെ അത് വിട്ടുപോയി, വേണ്ട വെച്ചിട്ടല്ല. അപ്പോൾ ഇദ്ദേഹം മഹാകാളിയോട് പറഞ്ഞു, ഇന്നമാതിരി മോഹൻജി വരാമെന്ന് പറഞ്ഞു, വന്നിട്ടില്ല, ഞാൻ എത്ര കാലം ശരീരത്തിൽ ഉണ്ടാവും എന്നറിയില്ല, അപ്പോൾ ഈ മന്ത്രം എനിക്ക് കൊടുക്കണ്ടേ. അപ്പോൾ പറഞ്ഞു, ഇന്ന ദിവസം ഇന്ന സമയത്ത് വരുന്നു അമ്മ പറഞ്ഞു. അതേ ദിവസം അതേ സമയത്ത് ഞാൻ അവിടെ എത്തി. എന്നിട്ട് പിന്നെ ഇദ്ദേഹം പുറത്ത് വന്നിട്ട്, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, മുമ്പേ പടം പോലും കണ്ടിട്ടില്ല, പുറത്ത് വന്നിട്ട് എന്നെ ആലിംഗനം ചെയ്തു. എനിക്കത് 100% ഉറപ്പാണ്, ഒരു ആണല്ല. ഫീലിങ് അത് ഒരു സാരിയെ കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ഫീലിംഗ് ആയിരുന്നു. അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് ഇലൂഷനോ അലൂസിനേഷനൊക്കെ തോന്നും. പക്ഷേ ഇതേപോലത്തെ ലൈഫിൽ പല ഇതേപോലത്തെ എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ട്, പല മീറ്റിങ്സും പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഞാൻ പെർസ്യൂ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കുക, ഈ ഫ്ലോയിൽ പോകുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് അത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ ശിർദി ബാബയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഇഫ് മോഹൻജി ഈസ് സിറ്റിംഗ് ഹിയർ ടുഡേ, ദിസ് ബിക്കോസ് ഓഫ് ഹിം. കാരണം അദ്ദേഹം ആണ് എന്നെ ഞാൻ എത്രയോ പ്രാവശ്യം എല്ലാം പബ്ലിക് ലൈഫ് വിഡ്രോ ചെയ്യണം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും തിരിച്ചു, അങ്ങനെ പോവാണ്. അപ്പോൾ ബാബയുമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ, ശരിക്കും ഞാനൊരു ബാബ ഡിവോട്ടിയാണ്, വളരെ ചെറിയ രീതിയിലുള്ള. അപ്പോൾ മേ ബി ഇങ്ങനൊരു മൊമെന്റ് സാധ്യമായത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൃപ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കൃപ. അപ്പോൾ അദ്ദേഹത്തിന്റെ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. 2 ബാബമാരുടെയും വളരെ വലിയ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പോൾ അതിലങ്ങയുടെ 1-2 വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 1-2 ഇൻസിഡൻസുകൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ പങ്കുവയ്ക്കണം. ഒന്ന് ദ്വാരകമായി ടെമ്പിളിൽ. അതാണ് എൻ്റെ മേജർ. അത് ഞാൻ അന്ന് ദുബായിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഈ ഒരു കമ്പനിയുടെ GM ആണ്. അപ്പോൾ എനിക്ക് ആ കമ്പനിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ബോംബെയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ബോംബെയിൽ മീറ്റിങ്ങിന് വരുമ്പോൾ ആദ്യം ചിർദി പോകും. ഞാൻ ഇപ്പോൾ യൂഷ്വലി ഈ മീറ്റിങ്സ് സാറ്റർഡേ സൺഡേ ആണ്. അപ്പോൾ അത് എൻ്റെ വർക്കിംഗ് ഡേ ആണ് ഗൾഫിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ, ഞാൻ തേഴ്സ്ഡേ വൈകുന്നേരം വിടുവായിരുന്നു. അപ്പോൾ എൻ്റെ ഹോളിഡേ ആണല്ലോ, തേഴ്സ്ഡേ ഫ്രൈഡേ ഹോളിഡേ. തേഴ്സ്ഡേ ഹാഫ് ഡേ ആയിരുന്നു അന്നൊക്കെ, ഇന്നിപ്പോൾ എനിക്കോട് സാറ്റർഡേ ആണെന്നു. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ ഹോളിഡേ. അപ്പോൾ തേഴ്സ്ഡേ ഞാൻ വിടും, നേരെ ചിർദി പോകും. ചിർദി പോയിട്ട് ഞാൻ ഫ്രൈഡേ വൈകുന്നേരം ബോംബെയിലെത്തും. എന്നിട്ട് സാറ്റർഡേ സൺഡേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു. അന്നും അതേപോലെ പോയി. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു ടാക്സി ഉണ്ട്. അപ്പോൾ അന്നൊരു ഈ ഹാച്ച് ബാക്ക് കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിടക്കാൻ പറ്റും, ഒരു ബെഡൊക്കെ വെച്ചിട്ട്. 6 മണിക്കൂർ 7 മണിക്കൂർ അന്നത്തെ സമയത്ത് റോഡ് അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ 6-7 മണിക്കൂർക്കും ഞാൻ പോകും. അപ്പോൾ ഞാൻ ഇയാളോട് അവിടെ എത്തിയപ്പോൾ, അന്ന് ഈ ധുനിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. ഇപ്പോൾ അവർ ധുനിയൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും താല്പര്യം ദ്വാരകമായിൽ പോയിട്ട് ആ ധുനിയിൽ നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് തൊഴുതിട്ട് വരലാണ് എൻ്റെ താല്പര്യം.
അപ്പോൾ ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറെ എനിക്ക് അറിയുന്ന ആളാണ്. അപ്പോൾ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് നല്ല എന്തെങ്കിലും പദാർത്ഥങ്ങൾ മേടിച്ച് തരണം, അത് ദുനിയിൽ ഓഫർ ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തിരിച്ച് ബോംബെയിൽ പോകണം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. ഇങ്ങനെ നടന്നിട്ട് ദുനിയിൽ ഓഫർ ചെയ്തു. തിരിച്ചു വരുമ്പോൾ എക്രോസ് ഒരാൾ വന്നു, ഒരു കുട്ടിയുണ്ട് കൂടെ, ഒരു പ്രീസ്റ്റിൻ്റെ ലുക്കായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും വലിയ കാര്യമായിട്ട് നോക്കിയില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ എയർപോർട്ടിലേക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഹിമാലയത്തിൽ പോകുന്നതുകൊണ്ട് കുറേ സന്യാസിമാരെ അറിയാം. ചിലർക്കൊക്കെ ഭാവിയൊക്കെ പറയാൻ പറ്റും അങ്ങനത്തെയൊക്കെ. പക്ഷേ ഞാൻ ഈ ഭാവി പ്രചരണത്തിലൊന്നും എനിക്ക് അത്ര വലിയ അല്ല, എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഒരു ഫോർവേഡ് അങ്ങനെ പ്ലാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് അടുത്തെന്ത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മാക്സിമം ചെയ്യുകയാണെങ്കിൽ വല്ല പൂജകൾ അവർ പറയുകയാണെങ്കിലൊക്കെ 2 പൂജ അതൊക്കെ ചെയ്യും ചിലപ്പോൾ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു ഓറിയൻറ്റഡ് അല്ല. ഭാവിയിൽ എന്ത് സംഭവിക്കും, അങ്ങനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വേറൊരു കാര്യം പറയാനാണ് ഫോൺ ചെയ്തത് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, യു സീം ടു ബി ട്രാവലിംഗ്, നീ എവിടെ യാത്ര ചെയ്യല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബോംബെയിൽ ശ്രുതിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വലിയൊരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദുബായ് എയർപോർട്ടിലാണ് അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ ഇപ്പോൾ ഒരാൾ പറയുകയാണ് വലിയൊരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മുഴുവൻ ശ്രുതി ഭാവയല്ല, ഇത് എന്താണ് നടക്കുന്നത്, മനസ്സങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എനിക്കിപ്പോൾ എന്താ സംഭവിക്കും, വല്ലതും മേത്തേക്ക് വീഴുമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോയി ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇദ്ദേഹം ഒരു പ്രീസ്റ്റ് പോലൊരാളാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല, ഇത് എക്സിറ്റാണ്, എക്സിറ്റിൽ കൂടെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല, അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ. അവരെല്ലാം ഗാർഡ്സ് ഉണ്ടല്ലോ, അവരൊരിക്കലും ഇതിനെ കയറാൻ സമ്മതിക്കില്ല. ഹൗ ഡിഡ് ഹി കം എന്നുള്ളത് ഞാൻ അപ്പം ആലോചിച്ചില്ല, അതിൽ എങ്ങനെ വന്നു എന്നുള്ളത് ആലോചിച്ചില്ല. അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു അവിടെ ഒരു ബാബ ചാരിയിരിക്കുന്ന ഒരു ചെറിയ തൂണ് പോലെ ഒരു കാര്യമുണ്ടല്ലോ ഔട്ട്സൈഡ് ദ്വാരക്കാമായി, അവിടെ ഒരു ഇതുണ്ട്, അവിടെ തല മുട്ടിക്കാൻ പറഞ്ഞു. സർ ഇതറക്കോ എന്ന് പറഞ്ഞു. അതൊരു കമാൻഡ് പോലെയാണ്. ഞാനപ്പം മുട്ടുകുത്തി നിന്നിട്ട് തല അവിടെ മുട്ടിച്ചു. അഭിജാവോ പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ആണ് ബാബയുടെ ഇൻഫ്ലുവൻസ് എനിക്ക് ഒരുപാട് വന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കാറിൽ കയറി ഞാൻ ഈ സ്വാമിയെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളൊരു മിറാക്കിളൊക്കെ പറഞ്ഞില്ലേ, മിറാക്കിളൊന്നും ഉണ്ടായില്ലല്ലോ, ഞാൻ ഇപ്പോൾ കാറിൽ പോയി തിരിച്ചു പോവാണ് ബോംബെക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാബ കെയിം ആൻഡ് മെറ്റ് യു, വാട്ട് മോർ യു വാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മൈ ഗോഡ് ദാറ്റ് വാസ് ബാബ. ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടില്ല, ഞാൻ കാലിൽ തൊടാനുള്ളൊരു ചാൻസ് ആയിരുന്നല്ലോ, അത് ചെയ്തില്ല, കാരണം അറിയില്ലല്ലോ. അപ്പോൾ നമുക്കൊരു വലിയ വിഷമമൊക്കെ തോന്നി. എനിവേ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. അതിനുശേഷം ഒരുപാട് ബാബയുടെ അനുഗ്രഹം വന്നിട്ടുണ്ട്. ബാബയിൽ എത്തുന്നത് അത് വളരെ അപ്രതീക്ഷ. അത് 2004 ടൈമിലാണ്. അന്ന് ഞാൻ ഒരു കമ്പനിയുടെ മാനേജറായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് ഈ സ്റ്റാർ TV എന്നൊരു TV ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ അറിയില്ല. അവരൊരു വലിയ പ്രിഡോമിനൻറ്റ് ചാനലായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ അതിലൊരാൾ ഒരു ഗുജറാത്തി ഒരാൾ ഈ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സ്പിരിച്വാലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റിന് ഇൻ്റർവ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത പോലെ അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ഥലത്ത് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് ഈ ഗുജറാത്തിൽ പോയി. എനിക്ക് എക്സാക്ട്ലി സ്ഥലം ഓർമ്മയില്ല, ബോംബെയിൽ നിന്ന് അധികം ദൂരമില്ല, ഗുജറാത്താണെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ബീച്ചിലാണ് ഈ ഷൂട്ടിങ് ഫിലിമിങ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കില്ല, ഞാനും ഇദ്ദേഹം കൂടെ സംസാരിച്ച് നടക്കും, ഈ ക്യാമറ ഇങ്ങനെ നടക്കും കൂടെ, ബീച്ച് ഓപ്പൺ ബീച്ചാണ്, അപ്പോൾ ഇങ്ങനെ നടക്കും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും, അങ്ങനെ ഒരു സ്റ്റൈലായിരുന്നു. അപ്പോൾ ആ കാറ് പാർക്ക് ചെയ്തെടുത്ത് ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ, അധികമൊന്നും വലുതല്ല, ചെറിയൊരു നമ്മുടെ ബസ് സ്റ്റോപ്പൊക്കെ ഇല്ലേ അതേപോലത്തെ, അവിടെ ഒരു ബാബയുടെ ഫുൾ വിഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കന്ന് ബാബേനെ ഒന്നും കാര്യമായിട്ട് അറിയില്ല. ഞാനപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എല്ലാ ഗുരുക്കന്മാരുടെയും ഞാൻ മുമ്പിൽ ഒന്ന് കുമ്പിടും, ഒന്ന് കാല് തൊട്ട് വന്ദിക്കും, അതൊരു ഹാബിറ്റാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ഞാൻ ബാബയുടെ മുമ്പിൽ കാല് തൊട്ട് വന്ദിച്ചു, അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ബോംബെയിൽ വന്നപ്പോൾ ഞാൻ ഗിരി ട്രേഡേഴ്സിൽ പോയി. അപ്പോൾ എനിക്ക് എന്തോ അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സായി സച്ചരിത തരാൻ പറഞ്ഞു. ആ ബുക്ക് മേടിച്ചു. അത് കഴിഞ്ഞ് അത് വായിച്ച് 50% വായിച്ചപ്പോൾ 14-15 ചാപ്റ്റർ ആയപ്പോഴേക്കും ഞാൻ ശ്രുതിയിലെത്തി. ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, പിന്നെ അങ്ങനെ അങ്ങോട്ട് കണക്ഷൻ. അതെ, ഗണേശാനന്ദഗിരി അത് പക്ഷേ 2015 അന്ന് ഇവിടെ മറ്റേ ഒരു ഫിലിമിങ് നടക്കുകയാണ്, സായി മഹിമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, പാലക്കാട് ബേസ്. അതെ. അപ്പോൾ അപ്പോൾ ആ സമയത്ത് എന്നോടൊരാൾ ദുബായിൽ നിന്ന് ചോദിച്ചു ബാബയുടെ കൂടെയുള്ള ആൾക്കാരുടെ ആരെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്
ബാബയുടെ കൂടെ ഉണ്ടായിരുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 വയസ്സിന് മേലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ നമ്പർ തന്നു. അപ്പോൾ അതിന് മുന്നേ സായിബാബ ഡെയിലി 6 AM ഇദ്ദേഹം സായിബാബയായിട്ട് സംസാരിക്കും ഫിസിക്കലി. ഇദ്ദേഹം റൂമൊക്കെ അടച്ചിട്ട് ഇദ്ദേഹം സായിബാബയായിട്ട് സംസാരിക്കും. ഗണേശാനന്ദഗിരി ആയിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പവർ ഹൗസ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം 1911 ജനിച്ചത്. 7 years 8 years ബാബയുടെ കൂടെ ഉണ്ടായി. എന്നിട്ട് പിന്നെ ബാബ സമാധി ബാബ ആ ബുക്ക് അത് കിട്ടിയിട്ടുണ്ടോ? കണ്ട അതെ. അപ്പോൾ അത് പിന്നെ ആ ബുക്ക് അതിൽ അദ്ദേഹം പിന്നെ ബാബ പറഞ്ഞു മീറ്റ് മോഹൻജി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഹിമാലയത്തിൽ നിന്ന് മറ്റൊരു മോഹൻജി വന്ന് കണ്ടു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഐ മെറ്റ് ഹിം എന്ന് പറഞ്ഞപ്പോൾ ബാബ പറഞ്ഞു അതല്ല വേറെ ആൾ വരണ്ടേ പറഞ്ഞു, യു ഷുഡ് മീറ്റ് ഹിം. അങ്ങനെ ഇദ്ദേഹം അപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഈ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു അസിസ്റ്റൻറ്റിന് കൊടുത്തു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം കുറേ ശിഷ്യഗണങ്ങളൊക്കെ ഉള്ള വലിയൊരു സ്വാമിയായിരിക്കുന്ന. ഇദ്ദേഹം ICUവിൽ കിടക്കായിരുന്നു. അദ്ദേഹം അസുഖമായിട്ട് ഹി വാസ് നോട്ട് ഇൻ ഗുഡ് ഷേപ്പ്, ഹി വാസ് നോട്ട് ഇൻ ഗുഡ് കണ്ടീഷൻ. അപ്പോൾ ഇവർ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം മോഹൻജി എന്ന് കേട്ടപ്പോൾ അവിടുന്ന് തന്നെത്താൻ ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ ഗുരുസ്ഥാനിൽ വന്നു, ബോധം കെട്ട് വീണു. അപ്പോൾ നമ്മൾ അറിയുന്നില്ല ഇത്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന. അപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലാക്കി. ഹോട്ടലുകാരൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ബാബാജി ഇവിടെ ഇരിപ്പുണ്ട്, വേഗം വരാൻ പറഞ്ഞു. ഞാനപ്പോൾ ഈ ഫിലിമൊക്കെ നിർത്തി ഓടിപ്പോയി. അവിടെ പോയപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, ഒരു 5-6 സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് റിസപ്ഷൻ, അതിൻ്റെ സൈഡിൽ ഒരു റൂമുണ്ട്. അവിടെ ഒരു ബെഡുണ്ട്, ബെഡല്ല ഒരു ഇരിക്കാനുള്ളതാണ്, പക്ഷെ അതിൽ കിടക്കും വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ. അപ്പോൾ അവിടെ ബാബാജി തല ഇങ്ങനെ വെച്ച് കിടക്കുന്നുണ്ട്. ഞാൻ കയറി വരുമ്പോൾ പുള്ളി എന്നെ കാണുന്നില്ല. ആവോ മോഹൻജി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നേരെ അപ്പോൾ ഞാൻ ഈ റിസപ്ഷൻ ക്രോസ് ചെയ്താൽ അങ്ങോട്ട് പോയി അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം എനിക്കിരുന്ന് പതുക്കെ സംസാരിക്കാൻ വലിയ വിഷമമായിരുന്നു. വർത്താനൊക്കെ പറഞ്ഞു, ഇങ്ങനെ ബാബ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ആ കണക്ഷൻ അദ്ദേഹം 2016 സമാധിയായി. വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു ഉള്ള സമയത്ത്. അത് അങ്ങനെ ബാബയുടെ പല ലെവലിൽ കണക്ഷൻ വന്നിട്ടുണ്ട്. ഇല്ല, ഇപ്പം അതില്ല. ഇപ്പം ഐ ഫീൽ ദാറ്റ് ഹി വർക്ക്സ് ത്രൂ മീ. അതെന്താ വെച്ചാൽ നമ്മൾ ഒരു സെപ്പറേറ്റ് അല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. ഞാൻ പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള ലെവലിൽ ഞാൻ ചിന്തിക്കാറില്ല. ഐ എം ഡൂയിങ് മൈ വർക്ക്. നമ്മളൊക്കെ നമ്മുടെ പണി ചെയ്യണം. അപ്പോൾ അത് ഈ മാസ്റ്റേഴ്സ് നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നുണ്ടാവാം, സമയം യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിന് വിട്ടുകൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഞാൻ അത്രേ ഉള്ളൂ. അല്ല, ഓൾ യു ക്യാൻ ഡു ഈസ് ടു ബി അവൈലബിൾ. നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അത്രയും ഭയങ്കര കഴിവുണ്ടെന്നൊക്കെ വിചാരിച്ചാൽ അവർ പറയുമൊക്കെ എന്നാൽ നീ ചെയ്യുമെന്ന് പറയും. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. മറ്റതല്ലെങ്കിൽ നമുക്ക് ലിമിറ്റേഷനും ഇല്ല അല്ലേ. നമ്മളങ്ങനെ we will continue to do what പറയുന്ന പോലെ നമ്മൾ കർമ്മത്തിന് വേണ്ടി തയ്യാറായിരിക്കും. അത്രേ ഉള്ളൂ. അതെ, ബീങ് അവൈലബിൾ. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. വ്യാധന്റെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇറച്ചി വെട്ടുകാരനായിട്ട് പോലും അദ്ദേഹത്തിന് ഇത്രയും വലിയ പരമപദം പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതെ, അവൈലബിൾ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പറഞ്ഞു. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന അഹിംസ എന്നുള്ളതാണ് എൻ്റെ മെയിൻ. കാരണം അതാണ് ഇപ്പോൾ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഹിംസാത്മകമായിട്ടുള്ള, അത് ഈ അൺകോൺഷ്യസ് നേച്ചറിൻ്റെ ഒരു സ്വഭാവം. അത് നമ്മൾ എപ്പോഴും ബോധമില്ലാത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വളരെ ഹിംസാത്മകമായിട്ട് പെരുമാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കൂടുതൽ കോൺഷ്യസ് ആവും തോറും നമ്മൾ ഒരിക്കലും വയലൻസിൽ പോവില്ല. ചട്ടമ്പിസ്വാമികളുടെ ദർശനങ്ങളിലും അദ്ദേഹം അഹിംസയാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ അതിൽ വളരെ രസകരമായൊരു സംഗതിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുകളിലായിട്ട് ഒരു ചിലന്തി ഇങ്ങനെ ഇത് കെട്ടുന്നതുകൊണ്ട് സുഗതകുമാരി ടീച്ചറിന്റെ അച്ഛൻ ഈ ഒരു വീശറി എടുത്ത് തന്നെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാണ് അതിന് അധികാരം തന്നത്? കാരണം നീ വരുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള ആൾക്കാരാണ്, അവർ എന്തിനാണ് അത്രയും അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞ ഒരുപാട് ആൾക്കാരാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മളന്ന് മനുഷ്യനെ തന്നെ വെറുതെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല ട്രസ്റ്റ് ഇല്ലാണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ നോക്കി എത്രയോ സെക്യൂരിറ്റി, എത്രയോ കാര്യങ്ങളല്ലേ നമുക്ക്. ആരെ ഇപ്പം ഭീതി എന്നൊക്കെ വരുന്നത് ട്രസ്റ്റിൻ്റെ ഒരു ഇതല്ലേ. നമ്മളൊരാളെ വിശ്വാസമില്ലാണ്ടായി വിചാരിക്കും. നമ്മളൊരു വ്യക്തിയെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ അതല്ല ഇത്രയും കളവ്, വഞ്ചന കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ലൈഫിൻ്റെ എക്സ്പ്രഷൻസ് ആണല്ലോ.